ജനം ജയിക്കും UDF നയിക്കും എന്നുള്ളതാണ് നമ്മൾ ആദ്യം കൊടുത്തത്. പക്ഷെ അത് പിന്നെ കുറച്ചും കൂടെ വീശി പറഞ്ഞത് ഒന്നും കൂടെ ഒന്ന് നമ്മൾ കേരളമായി മാറട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ ആ രീതിയിൽ ഇപ്പോൾ കേരളം ജയിക്കും UDF നയിക്കും എന്നുള്ളതാണ്. രാഷ്ട്രീയം നമ്മുടെ ഒരു മനസ്സിന്റെ ഒരു സംഭവമാണെങ്കിലും നമ്മുടെ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം വേറൊരു സംഭവമല്ലേ. എല്ലാവരുടെയും മനസ്സിൽ ഇടതുപക്ഷമാവാം, പക്ഷെ നമുക്ക് ചില കാര്യങ്ങളോട് യോജിക്കാൻ പറ്റത്തില്ല. നമസ്കാരം. കേരളം ജയിക്കും UDF നയിക്കും. ഈ തെരഞ്ഞെടുപ്പിൽ UDF പ്രചാരണത്തിൻ്റെ ടാഗ് ലൈൻ ഇതായിരുന്നു. ഇത് തയ്യാറാക്കിയതാകട്ടെ ഒരു CPM-കാരനും. കൊല്ലം ഇരവിപുരം വാളത്തുങ്കൽ സ്വദേശി D സജീവാണ് UDFിൻ്റെ മാസ് ടാഗ് ലൈനിന് പിന്നിലെ ബുദ്ധികേന്ദ്രം. എൻ്റെ അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണല്ലോ നമ്മുടെ സംസ്ഥാനത്തിലും മന്ത്രിയായിട്ടുള്ള PC വിശ്വനാഥ്. ഒരു കഴിഞ്ഞ 30 വർഷമായിട്ടുള്ള ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഈ എഴുത്ത് മേഖലയെക്കുറിച്ച് നന്നായിരിക്കാം. ഒരു 100-ലധികം കൊമേഴ്ഷ്യൽ സ്ഥാപനങ്ങളുടെ ക്യാച്ച് ലൈൻ എഴുതിയിട്ടുണ്ട്. വളരെ ശ്രദ്ധേയമായ പല ക്യാമ്പയിനുകളുടെയും സർക്കാരിൻ്റെ ക്യാമ്പയിനുകളുടെയൊക്കെ ക്യാച്ച് ലൈനൊക്കെ എഴുതിയിട്ടുള്ള ഒരു അനുഭവം PC കൂടെ അറിയാം. അപ്പോൾ PC പല സ്ഥാപനങ്ങളിൽ നിന്ന് സമീപിക്കുന്നുണ്ട്. നമ്മൾ നോക്കിയിട്ടൊന്നും നമുക്കത്ര ശരിയാവുന്നില്ല, എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ളൊരു സാധനം എഴുതാൻ പറ്റുമോ. അങ്ങനെയാണ് ഞാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞത്. അങ്ങനെ 3 രീതിയിൽ നമ്മൾ എഴുതിയായിരുന്നു. അതിലൊന്ന് അത് നമ്മുടെ മഴവിൽ മനോരമയുടെ പ്രോഗ്രാം ഹെഡായിട്ടുള്ള മനോജ് മനയിലുടെയിലാണ് ഇത് ആദ്യം കൊടുക്കുന്നത്. അപ്പോൾ മനോജാണ് പറഞ്ഞത് ഇത് കൊള്ളാമെന്ന് പറഞ്ഞു. അങ്ങനെ ജനം ജയിക്കും UDF നയിക്കും എന്നുള്ളതാണ് നമ്മൾ ആദ്യം കൊടുത്തത്. പക്ഷെ അത് പിന്നെ കുറച്ചും കൂടെ വീശി പറഞ്ഞത് ഒന്നും കൂടെ ഒന്ന് നമ്മൾ കേരളമായി മാറട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ ആ രീതിയിൽ ഇപ്പോൾ കേരളം ജയിക്കും UDF നയിക്കും എന്നുള്ളതാണ്. ഈ ജനവും ഭരണകൂടവും തമ്മിലുള്ളൊരു പരാജയം എന്നുള്ള രീതിയിലേക്കുള്ള ഒരു ഫൈറ്റ് എന്നുള്ള രീതിയിലേക്കാണ് ഇതിനെ ഏറ്റെടുക്കേണ്ടി വന്നത്. ഇതാണ് പ്രധാനമായിട്ട് ഇതിലേക്ക് എത്തിച്ചേരാനുള്ള കാരണം. പിന്നെ നമ്മൾ അതിനകത്തൊക്കെ ഉപയോഗിക്കാൻ പ്രധാനമായും തിരഞ്ഞെടുപ്പിനും അവലംബം എന്ന് പറഞ്ഞാൽ അത് മുണ്ടോപനിഷത്തിൽ സത്യമേവ ജയതേ എന്നും പിന്നെ അതുപോലെ തന്നെ ഈ ദൈവശബ്ദം ജനശബ്ദം എന്നുള്ള ഒരു ലാറ്റിൻ വാക്കാണ്. അതിനെ വെച്ചിട്ടാണ് ഈ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നത്. സ്കൂൾ കോളേജ് തലങ്ങളിൽ SFIയിലൂടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചയാളാണ് സജീവ്. കോളേജ് കാലത്ത് തന്നെ ഡിബേറ്റുകളിലും പ്രസംഗങ്ങളിലും തിളങ്ങി നിന്ന വ്യക്തിയാണ്. SFIയുടെ നേതാവായപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ എല്ലാ പരിപാടികൾക്കും അനൗൺസറായും അവതാരകനായും സജീവമായിരുന്നു. EK നായനാരുടെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്രയിൽ തിരുവനന്തപുരം മുതൽ പയ്യാമ്പലം വരെ നിർത്താതെ അനൗൺസ്മെൻറ്റ് ചെയ്ത സജീവ് ജനശ്രദ്ധ നേടിയിരുന്നു. SFIയിലേക്ക് കടന്നു വരുന്ന യുവാക്കളെ വാർത്തെടുക്കാനും സജീവ് നിറസാന്നിധ്യമായിരുന്നു. 10 വർഷക്കാലം മയ്യനാട് കൂട്ടിക്കട സഹകരണ ബാങ്കിൻ്റെ ബോർഡ് മെമ്പറായും പ്രവർത്തിച്ചു. പരസ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന D സജീവിൻ്റെ സ്വന്തം സ്ഥാപനമായ പോളിഗൺ ഐ മീഡിയ നിരവധി തവണ UDFിന് വേണ്ടി പരസ്യ പ്രചാരണങ്ങൾ നടത്തിയിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ KC വേണുഗോപാലിന് വേണ്ടിയും പ്രവർത്തിച്ചു. സജീവിൻ്റെ ഉറ്റ സുഹൃത്തായ PC വിഷ്ണുനാഥാണ് UDFിന് ഇലക്ഷൻ ടാഗ് ലൈൻ ചെയ്തു നൽകണമെന്ന ആവശ്യവുമായി അദ്ദേഹത്തെ സമീപിച്ചത്. തുടർന്നാണ് കേരളം ജയിക്കും UDF നയിക്കുമെന്ന വാചകം സജീവ് സൃഷ്ടിച്ചത്. സോഷ്യൽ മീഡിയയിലൂടെ രാഹുൽ ഗാന്ധിയാണ് ഇത് പുറത്തുവിട്ടത്. ഇതിന്റെ പേരിൽ ഇടത് സൈബർ ഇടങ്ങളിൽ നിന്ന് വരെ വിയോജിപ്പുണ്ടായി. അല്ല, അത് രാഷ്ട്രീയം നമ്മുടെ ഒരു മനസ്സിന്റെ ഒരു സംഭവമാണെങ്കിലും നമ്മുടെ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം വേറൊരു സംഭവമല്ലേ. ഇല്ല, ഞാൻ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനുള്ള സ്പേസ് ഉള്ളൊരു നാട്ടിൽ ഒരു ജനാധിപത്യ രാജ്യത്തല്ലേ ജീവിക്കുന്നത്. അപ്പം നമ്മുടെ രാഷ്ട്രീയമോ അല്ലെങ്കിൽ നമ്മുടെ പക്ഷമോ എന്നൊക്കെ പറയാൻ നമ്മുടെ മനസ്സുകൊണ്ടാണല്ലോ. അപ്പോൾ VD സതീശൻ എന്താ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, കേരളത്തിൻ്റെ മനസ്സെന്ന് പറഞ്ഞാൽ സെൻട്രലൈസ് ചെയ്ത മനസ്സെന്ന് പറഞ്ഞാൽ അത് ഇടതുപക്ഷ മനസ്സാണെന്ന്. എല്ലാവരുടെയും മനസ്സൊരു ഇടതുപക്ഷമാവാം, പക്ഷെ നമുക്ക് ചില കാര്യങ്ങളോട് യോജിക്കാൻ പറ്റത്തില്ല. ഇത് സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ജീവിതത്തിൻ്റെ നിർണായക ഘട്ടങ്ങളൊക്കെ കുഴിച്ചുമൂടി നമ്മുടെയൊക്കെ പ്ലാറ്റ്ഫോമൊക്കെ വളരെ പ്രിവിലേജ് കൊണ്ട് അടച്ചു മൂടപ്പെട്ട സ്ഥലത്തു നിന്നാണ് നമുക്ക് വലിയൊരു സ്പേസ് തുറന്നെന്ന് PC വിശ്വനാഥ് എന്ന് പറഞ്ഞ നമ്മുടെ സുഹൃത്തുക്കൾ. ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ട് അംഗീകാരം ഇതുവരെയും കിട്ടാതെ പോയിട്ടുണ്ട്. അല്ല, അത് കിട്ടാതെ പോയതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒത്തിരി ഉണ്ട്. നമ്മുടെ ഈ ഡോക്ടർ BR അംബേദ്കർ പിന്നെ രാജ്യത്തെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയിൽ ചെല്ലുമ്പോൾ, ലോകത്ത് തന്നെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി ചെല്ലുമ്പം അദ്ദേഹത്തിന് അവിടെ നിറത്തിൻ്റെ പേരിൽ മാറ്റി നിർത്തപ്പെട്ടൊരു സംഭവം ഉണ്ടായിരുന്നു. ഇത് തൻ്റെ തൊഴിലാണെന്നും ആവിഷ്കാര സ്വാതന്ത്ര്യമുള്ള ഒരു രാഷ്ട്രീയമാണ് ഇടതുപക്ഷമെന്നും വിശ്വസിക്കുന്ന താൻ ഇതിലൊന്നും പതറില്ല എന്നും എപ്പോഴും പാർട്ടി വിശ്വസിക്കുന്ന ഒരാളാണെന്നുമാണ് സജീവിൻ്റെ മറുപടി. കോളേജ് കാലം മുതൽ SFIയിലൂടെ കടന്ന് പാർട്ടിയിൽ സജീവമായിട്ടും അർഹതപ്പെട്ട അംഗീകാരങ്ങൾ സ്ഥാനമാനങ്ങൾ നൽകാൻ പാർട്ടി തയ്യാറായില്ല എന്നും സജീവ് പറയുന്നു.